അല്ല, ഞങ്ങളത് സമുദായം പറഞ്ഞ് ചെന്നിട്ടില്ലല്ലോ. പ്രായത്തെ കിട്ടിയാ ഇല്ലെന്നൊക്കെ എല്ലാവരുടെയും നോക്കിയിട്ടല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഓരോരുത്തരും സമുദായം പറഞ്ഞ് വീതം വെച്ചിട്ടിരിക്കുകയല്ലേ. ഞങ്ങൾ വീതം വെച്ച് വേണമെന്നും പറഞ്ഞ് ചെന്നിട്ടില്ല. ഓരോരുത്തരും കണ്ടില്ല 2 വേണം, ഇനി അതല്ല 1 കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അടുത്ത അവധി കച്ചവടം നടത്തിയിട്ടുണ്ട്. എന്തോ അത് വരട്ടെ, ലിസ്റ്റ് വരട്ടെ. LDF-ലാ ഞാനേ നിങ്ങൾ പറഞ്ഞത് ഞാൻ കൂടുതൽ പഠിച്ചില്ല എന്നുള്ളതാണ് നേര്. LDF-ൽ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ സ്വഭാവത്തെ പറ്റി പറഞ്ഞാല് ഈ പ്രാതിനിധ്യമൊക്കെ പോയല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, വോട്ട് ബാങ്കുകളെ നോക്കിയാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. ജനാധിപത്യം പോയി ഇവിടെ, മതാധിപത്യമാണ് ഇവിടെ. അതുകൊണ്ടല്ല ഓരോരുത്തരും വോട്ട് നിങ്ങൾക്ക് 2 വേണം എന്ന് പറഞ്ഞപ്പോൾ 3 കൊടുക്കാം. മറ്റൊരാൾ പറയുന്നത് 5 എണ്ണം കൊടുക്കാൻ 5 എണ്ണം മേടിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് വരെ പറഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയിൽ നിന്നും സാമുദായികമായിട്ടുള്ള ഒരു പ്രത്യേക പരിഗണന ഞങ്ങൾക്കാർക്ക് കിട്ടിയായിട്ട് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു പരിഗണന കിട്ടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നിട്ടുമില്ല. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊരു ആക്ഷേപം പറയാൻ എനിക്ക് സാധിക്കില്ല. ഒരു കാര്യം, ജനാധിപത്യം മരിച്ചുപോയെന്ന് പറഞ്ഞവനാണ് ഞാൻ. ഇന്ന് മതാധിപത്യം കൊടികാട്ടി വാഴുകയാണ്. അപ്പം മതാധിപത്യം കൊടികെട്ട് വാഴുന്ന ഈ കാലത്ത് ജനാധിപത്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പണ്ടെല്ലാം നിങ്ങളൊന്ന് ആലോചിക്കുക, ചിഹ്നത്തിനാ വോട്ട്. അല്ലാതെ അവിടെ നിൽക്കുന്ന ജോസഫാണ്, അല്ലെങ്കിൽ മത്തായിയാണ്, അല്ലെങ്കിൽ ഫിലിപ്പാണെന്ന് നോക്കാറില്ലായിരുന്നു. ഇപ്പൊ പേര് നോക്കിയാണ് വോട്ട്. ആദ്യം നോക്കി വോട്ട് ചെയ്യുന്ന അവസ്ഥാവിശേഷം മാറിയപ്പോഴല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെയും അതനുസരിച്ച് അവരുടെ നയങ്ങളും നയരൂപീകരണങ്ങളും മാറി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇടതുപക്ഷം വരെ ഇന്ന് പേര് നോക്കി വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ സംഘടിത മതശക്തികൾക്ക് മുമ്പിൽ അവരും അവരുടെ നയം മാറ്റേണ്ടി വന്നു. ഞങ്ങളെ സംബന്ധിച്ചുള്ള SNDP-യിൽ എല്ലാ പാർട്ടിയുണ്ട്. BJP ഉണ്ട്, നക്സലുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അങ്ങനെ എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് SNDP യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുമില്ല, രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് അവർക്ക് പെരുമാറാം, പ്രവർത്തിക്കാം, ചെയ്യാം. മനസാക്ഷി വോട്ടെന്നല്ല, അവരവർക്ക് ഇഷ്ടമുള്ളത്. നമ്മളെന്തിനാ നിയന്ത്രിക്കാൻ പോകണം? SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, ഒരു സമുദായ സംഘടനയാണ്. ഇന്നത്തെ എല്ലാ പാർട്ടികളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളൊന്നാലോചിക്കും, ഏതെങ്കിലും സമുദായ നേതാവ് കയറി ഇന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാലമാണ്. അതൊക്കെ ആ കാലം കഴിഞ്ഞുപോയി. പിന്നെ ഈ മണ്ഡലത്തിൽ ഞാൻ അവതരിപ്പിച്ച് വിഡ്ഢിയാകേണ്ടതുണ്ടോ? ഞാൻ താക്കോൽ എനിക്ക് വേണ്ട, താക്കോലൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഓരോരുത്തരും ഇങ്ങനെ ഈ വലിയ പുണ്യാളവനാകാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ജയിച്ചത്, ഞങ്ങൾ ജയിപ്പിച്ചു, ഞങ്ങളില്ല, അങ്ങനെ അങ്ങനെയൊന്നുമില്ല. ഒരു സമുദായം ഒരുപക്ഷെ ഒരു കാലത്ത് ക്രിസ്ത്യൻ സമുദായം പോലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ബിഷപ്പുമാർ പറഞ്ഞാൽ അതുപോലെ വോട്ട് ചെയ്യാറ്. അപ്പം അതുപോലുമില്ല. മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞാൽ ആരാ കേൾക്കണത്? അവർ തന്നെ 16 സൈസുണ്ട്. അപ്പോൾ ഒരു മതനേതാക്കന്മാരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാലമല്ല. ഒരു സമുദായ നേതാക്കന്മാരും അവർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന കാലമല്ല അനുയായികൾ. അവരവരുടെ ഇഷ്ടം എന്തിന് ഭാര്യയുടെ താല്പര്യം, ഭർത്താവ് പറയുന്നതനുസരിച്ച് ഭാര്യ വോട്ട് ചെയ്യല്ല, പിന്നെയാണ് ബാക്കിയുള്ളവരുടെ കാര്യം. ആ കാലം ഇവിടെ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വലിയ വാശിയും വൈരാഗ്യമൊന്നും കാണണ്ട. ഇതൊക്കെ ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ എന്താണ് കൂടിയത്? 100 കൊല്ലത്തിന് മുമ്പ് നടന്ന ശതാബ്ദി സമ്മേളനം. എന്തിനാ കൂടിയത്? മാപ്പിളലഹ ഉണ്ടായതിന്റെ വികാരമാണ് അങ്ങനെ കൂടാൻ കാരണം. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞിട്ടും ആ മാപ്പിള ലഹളയുടെ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നില്ലേ? വർഗീയത മാറിയോ? ഇന്നും ആ വർഗീയ വിദ്വേഷം വർദ്ധിച്ചില്ലേ?